എന്താ അനിയ നീ കാണിക്കുന്നേ? ഇത്ര സിമ്പിൾ ആയിട്ടാണോ കല്യാണക്കാര്യം ചർച്ച ചെയ്യുന്നേ? ഇത് ആരോട് ചോദിച്ചിട്ടാ? എന്റെ ചേച്ചി, സത്യത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ രണ്ടുപേര് തമ്മിലുള്ള കല്യാണം വളരെ സിമ്പിളാ. അതിപ്പോ സംഭവിച്ചു കഴിഞ്ഞു. അരവിന്ദന്റെ മകൻ ആനന്ദിനെ ഇഷ്ടമാണെന്ന് കൃഷ്ണമോള് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നാളെ നടക്കുന്നത് ഒരു ഗംഭീര ചടങ്ങായിട്ടൊന്നും ചേച്ചി കാണണ്ട. അവര് വരുന്നു, ഒരു വാക്ക് കൊടുക്കുന്നു, ഓരോന്ന്, അത്രേ ഉള്ളൂ. ഇത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട. എന്താ ചേച്ചി പറയണേ? മോളുടെ കാര്യം പൂജാരി പറഞ്ഞത് ഞാൻ ചേച്ചിയോട് പറഞ്ഞതല്ലേ. ഇപ്പൊ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ കുറെ നാളത്തേക്ക് നടക്കില്ലെന്ന്. അവക്ക് വിവാഹപ്രായം ആയില്ലേ? നമുക്കാണെങ്കിൽ വേറെ തടസ്സങ്ങളൊന്നുമില്ല. പിന്നെന്താ? എനിക്കെന്തോ ഇതൊരു നല്ല കാര്യമായിട്ട് തോന്നില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശാന്തി, നീ അതൊന്നും കാര്യാക്കണ്ട. ചേച്ചി അങ്ങനെ മനസ്സിൽ വെച്ചൊന്നും പറയുന്നല്ല. ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അങ്ങ് പറഞ്ഞു പോന്നതാ. സാർ, എന്നാലും ഇത്ര പെട്ടെന്ന് നല്ല കാര്യങ്ങൾക്ക് അങ്ങനെ നേരവും കാലമൊന്നുമില്ല. നമ്മൾ തീരുമാനിക്കുന്നു, നമ്മൾ നടത്തുന്നു, അത്ര തന്നെ. വേണ്ടപ്പെട്ട സ്ഥലത്തൊക്കെ ഒന്ന് വിളിച്ചു പറയണം. ഹലോ തങ്കം. ഗോപാല, ഒരു കാര്യമുണ്ട്. എന്താ തങ്കം? ശ്രീനിവാസ് സാറ് ഇപ്പൊ എന്നോടൊരു കാര്യം പറഞ്ഞു. സാറിന്റെ സ്വത്ത് മുഴുവൻ കൃഷ്ണയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു. ആണോ? അതൊരു നല്ല കാര്യമാണല്ലോ. പക്ഷേ എനിക്കത് വേണ്ടാത്ത കാര്യമായിട്ടാ തോന്നി. സ്വത്തൊക്കെ സാറിന്റെ പേരിൽ ഇരിക്കുന്നതല്ലേ നല്ലത്? തങ്കം, അതൊരു അച്ഛന്റെ ഇഷ്ടമല്ലേ. അത് നമുക്കെങ്ങനെ തടയാൻ പറ്റുക? എന്റെ പേരിലും എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്കത് ഇഷ്ടായില്ല. പക്ഷെ പറഞ്ഞാൽ സാറ് കേക്കില്ലല്ലോ. അതിപ്പോ തങ്കത്തിന്റെ പേരിൽ എഴുതി വെച്ചാലും കൃഷ്ണയുടെ പേരിൽ എഴുതി വെച്ചാലും ശ്രീനിവാസ സാറിന്റെ പേരിൽ കിടന്നാലും അത് കൃഷ്ണമോൾക്കുള്ളതല്ലേ. അതിനിപ്പോ ഒരു ടെൻഷന്റെ ആവശ്യമുണ്ടോ? പക്ഷേ അതാ ശരിക്കും പ്രശ്നം. വിവാഹ നിശ്ചയം നടക്കുന്ന ദിവസം പ്രമാണം മോളുടെ കയ്യിൽ കൊടുക്കാനാ സാർ ഉദ്ദേശിക്കുന്നത്. അത് ഗാഥയുടെ കയ്യിലേക്കല്ലേ? അതെ, അത് പ്രശ്നമല്ലേ? അതിന് പ്രശ്നം എന്താ? അതിന്റെ കാര്യം ഓർത്ത് തങ്ക ഒരാളോട് ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട. പ്രമാണം ചെയ്തിരിക്കുന്ന കൃഷ്ണയുടെ പേരിലല്ലേ. പ്രമാണം ഗാഥയുടെ കൈ കിട്ടിയാലും അത് വെച്ച് ഗാഥയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ കുഴപ്പം? എനിക്ക് ഇതെല്ലാം കൂടെ കേട്ടിട്ട് എന്തോ പോലെ. ഒരു സമാധാനത്തിന് ഞാൻ ഗോപാലിനെ വിളിച്ചത്. തങ്കം, കൃഷ്ണയുടെയും തങ്കത്തിന്റെയും കഷ്ടപ്പാടുകൾ എന്നേക്കുമായി അവസാനിച്ചു. അതിന് നിത്യേന പുതിയൊരു തെളിവ് വരും. ഇപ്പോ ശ്രീനിവാസൻ സാർ ചെയ്ത ഈ ഒരു കാര്യവും അത് തന്നെയാ. ഇതെല്ലാം തീരുമാനിക്കുന്ന ഒരാൾ മുകളിലില്ലേ, ദൈവം. ഇത്രയും കാലം ദൈവത്തിനനുസരിച്ചല്ലേ കൃഷ്ണയും തങ്കവും ജീവിച്ചത്. ഇനി അങ്ങനെ തന്നെ മതി. തങ്ക സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങ്. ഓക്കെ. എന്തെങ്കിലും നോക്കുന്നു? ഭർത്താവിനെ ബെഡ്റൂമിലേക്ക് ആനയിച്ച് കൊണ്ടുവന്നാൽ മാത്രം മതിയോ? ഭാര്യയ്ക്ക് ചില ഡ്യൂട്ടികളൊക്കെ ഇല്ലേ? ഇപ്പൊ ഈ മുഖത്തുള്ള ഭാവമില്ലേ, ഈ നാണം കലർന്ന ഭാവം, അത് കണ്ടു നിൽക്കാൻ എന്ത് ചന്തമാണെന്നറിയോ? താളമേ
ഇതാരേ ഈ കട്ടുറുമ്പ്, അതും ഈ നേരത്ത്? Oh my God. ഞാൻ പറഞ്ഞ വാക്ക് പിൻവലിച്ചേട്ടോ. കട്ടുറുമ്പാണെന്ന് പറഞ്ഞാ തനിക്ക് ദേഷ്യം വരും. തന്റെ മമ്മിയാ. ഹലോ മാഡം. ആ നവീൻ, ഈ നേരത്ത് ഞാൻ ഡിസ്റ്റർബ് ചെയ്യാന്ന് വിചാരിക്കരുത്. ഗാഥമോളുണ്ടോ അടുത്ത്? ഉണ്ട് മാഡം, ഞാൻ ഫോൺ സ്പീക്കറിലിടാം, സംസാരിച്ചോളൂ. നവീൻ, എന്റെ ബിസിനസ്സുകളിൽ ഭൂരിഭാഗവും മോളുടെ പേരിലാന്ന് അറിയാലോ. നാളെ വെളുപ്പിന് എനിക്ക് മോളുടെ കൂടെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എമർജൻസിയാ. അതിനെന്താ മാഡം, നാളെ വെളുപ്പിന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് വരാം. പോകുന്നതിന് മുമ്പ് ഒരുപാട് ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യാനുണ്ട്. ഗാഥമോളെ ഇപ്പൊ തന്നെ എന്റെ അടുത്തേക്കൊന്ന് അയക്കാവോ നവീൻ? അത് മാഡം, ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. നവീൻ അറിയാലോ നമ്മുടെ ബിസിനസ് ഫീൽഡിലെ എമർജൻസികളെ കുറിച്ചൊക്കെ. എല്ലാ ഡോക്യുമെന്റ്സും സൈൻ ചെയ്ത് ഫൈനൽ ചെയ്തിട്ട് നാളെ രാവിലെ ഏറ്റവും ചുരുങ്ങിയതൊരു 4 മണിക്കെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ അങ്ങോട്ട് പോയേ പറ്റൂ. ഞാൻ വരാം മമ്മി. ഓക്കെ മോളെ. നവീൻ, ഒരു കാര്യം കൂടെ. മോൾ ഇപ്പൊ എന്റെ അടുത്തേക്ക് വന്നാലും നാളെ മറ്റന്നാളും കഴിഞ്ഞ് അവൾ അങ്ങോട്ടേക്ക് തിരിച്ചു വരും.